ഏതായാലും ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് മേൽ നടത്തി. ഭീകര കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്തു. 600ഓളം ഭീകരർ ഇതിനൊപ്പം കത്തിച്ചാമ്പലായി എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. ഏതായാലും ഇന്ത്യ ജനവാസ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളിലോ ഒന്നും പോയി ആക്രമണം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ ഭീകരരെ തകർക്കുമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് ശക്തമായി തന്നെ പാലിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ആ ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉറക്കമൊഴിച്ചിരുന്ന് ഇതിനെ വീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇന്ത്യയുടെ പ്രത്യാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ സ്ഥിരീകരിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ്. സാധാരണഗതി പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് സ്ഥിരീകരിക്കുന്ന പതിവില്ല. കാരണം ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന രീതിയിൽ പറയുന്ന പാകിസ്ഥാൻ പോലും അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പ്രദേശങ്ങളിലായി ആകെ 24 ആക്രമണങ്ങളാണ് ഉണ്ടായതെന്ന് പാകിസ്ഥാൻ സൈന്യവും വിശദീകരിച്ചു. അർദ്ധരാത്രിക്ക് ശേഷമാണ് ആക്രമണം നടത്തിയതെന്നും 8 പേർ കൊല്ലപ്പെട്ടും നിരവധി പേർക്ക് പരിക്കേറ്റുമെന്നും പാക് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു. ഏതായാലും വാർത്താ സമ്മേളനത്തിലാണ് സൈന്യത്തിൻ്റെ വിശദീകരണം. ആക്രമണത്തെ തുടർന്ന് ലാഹോർ, സിയാൽകോട്ട് വിമാനത്താവളങ്ങൾ അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ബഹൽപൂർ, മുരിദ്കെ, സിയാൽകോട്ട്, ചക് അമറു, ബാഗ്, കോഡ്ലി, മുസാഫറാബാദ്, ഭിംബർ, ഗുൽപൂർ എന്നിങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ആക്രമിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ 14-ാം ദിവസമാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനമന്ത്രി രാത്രി മുഴുവൻ ഈ ഓപ്പറേഷൻ സിന്ദൂർ തത്സമയം നിരീക്ഷിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഏതായാലും ഏപ്രിൽ 22-ന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് ഇന്ത്യ ചുട്ട മറുപടിയാണ് നൽകിയത്. ഭീകര കേന്ദ്രങ്ങൾ 9 കേന്ദ്രങ്ങളാണ് തകർത്തത്. ലഷ്കർ-ഇ തോയ്ബ ഉൾപ്പെടെയുള്ള ഇവരുടെ ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 കേന്ദ്രങ്ങളാണ് നിഷ്കരണം ഇന്ത്യ ആക്രമണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി മുഴുവൻ തത്സമയം സിന്ദൂർ നിരീക്ഷിക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും വലിയ ശക്തമായ തിരിച്ചടി ആണ് ഇന്ത്യ നൽകിയത്. ഞെട്ടി വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. ഉറക്കം കെടുത്തി ഇന്ത്യ ഭീകരവാദത്തിന് തീ തുപ്പിയുള്ള മറുപടിയാണ് റാഫേൽ വിമാനങ്ങളിലൂടെ മിസൈൽ തൊടുത്തുവിട്ട് നടത്തിയത്. അവരുടെ ഇന്ത്യൻ മിസൈലിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എപ്പോഴും അവർ പറയുന്നത് ഞങ്ങൾക്ക് ചൈനയുടെ മിസൈലുണ്ട്, അത് ഇന്ത്യക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നാണ് ആ മിസൈൽ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ തിരിച്ചടി നടത്തിയത്. ഏതായാലും 26 പേരുടെ ജീവന് പകരം ചോദിക്കാൻ ഇന്ത്യ ഇറങ്ങി. 15-ാം ദിവസത്തിൽ ഇന്ത്യ അതിന് മറുപടി നൽകിയിരിക്കുന്നു. ഏതായാലും സുപ്രധാനമായ ഒരു ആക്രമണം തന്നെയാണ് ഇന്ത്യ നടത്തിയതെന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ആക്രമണം തിരിച്ചടി അവർ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ശക്തമായ തിരിച്ചടി നൽകി. പാക് അധീന കാശ്മീരിലെ തീവ്രവാദ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടാണ് ഇന്ത്യ പാക് അധീന കാശ്മീരിലെ അതായത് തീവ്രവാദ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. പുലർച്ചെ 1:44 നടത്തിയ ആക്രമണത്തിൽ കരസേനയും നാവികസേനയും ഉൾപ്പെടുന്ന, അതായത് വ്യോമസേനയും ചേർന്ന് ഉൾപ്പെടുന്ന ചരിത്രപരമായ ത്രിസേന ഓപ്പറേഷനാണ് നടത്തിയതെന്ന് പറയേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂരം എന്ന് പേരിട്ടിരിക്കുന്ന പ്രിസിഷൻ സ്ട്രൈക്കുകളിൽ 9 സൈറ്റുകളാണ് ലക്ഷ്യമിട്ടത്. ഈ 9 സ്ട്രൈക്കുകളിൽ 9 സൈറ്റുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെ പറയേണ്ടി വരും. ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നയിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാനിലെയും POKയിലെയും താവളങ്ങളിലായിരുന്നു ആക്രമണം. അതായത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകൃതവും അളന്നതും വർദ്ധിപ്പിക്കാത്തതുമായ സ്വഭാവമാണ് പുലർത്തിയിരിക്കുന്നതെന്നും പാകിസ്ഥാൻ സൈനിക സൗകര്യങ്ങളൊന്നും ലക്ഷ്യമാക്കിയിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി. പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിൻ്റെ 1-ാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് നടപടിയെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയന്ത്രണ രേഖയിലെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അതിർത്തി കടന്നുള്ള വെടിവയ്പും പീരങ്കി ഷെല്ലാക്രമണവും പാകിസ്ഥാൻ നടത്തുകയും 3 സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് കോഡ്ലി, മുരിദ്കെ, ബഹൽപൂർ, ചക് അമ്രു, ഭീംബർ, ഗുൽപൂർ, സിയാൽകോട്ട് എന്നിവിടങ്ങളിലെയും മുസാഫറാബാദിലെ 2 സൈറ്റുകളിലെയും ആണ് ഇന്ത്യ ആക്രമണം നടത്തിയതായി സ്ഥിരീകരിക്കുന്നത്. പാകിസ്ഥാൻ DG ISPR ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൗധരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് സിയാൽകോട്ട്, ബഹവൽപൂർ, ചക് അമ്രു, മുരിദ്കെ എന്നിവ അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്തും ബാക്കിയുള്ളവ
POKയിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുമാണ്. ഹാഫിസ് സയ്യിദ് നടത്തുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡ്കെ. മസൂദ് അസറിൻ്റെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ താവളമാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ബഹൽവാപൂർ. ഇന്ത്യ അടിച്ചേൽപ്പിക്കുന്ന ഈ യുദ്ധത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ പാകിസ്ഥാൻ എല്ലാ അവകാശവുമുണ്ടെന്നും ശക്തമായ പ്രതികരണമാണ് നൽകുന്നതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂര സമയത്ത് ഇന്ത്യ ലക്ഷ്യമിട്ട സൈറ്റുകളുടെ പേര് പരാമർശിച്ചില്ല. ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ഭീകരർ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ 26 സാധാരണക്കാരെ വെടിവെച്ചു കൊന്ന ക്രൂരമായ ഭീകരാക്രമണത്തിന് ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ത്യ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേർ ആക്രമണം നടത്തിയില്ല, ഞങ്ങൾ നിങ്ങളുടെ സാധാരണക്കാരുടെ മേൽ ആക്രമണം നടത്തിയില്ല, ഞങ്ങൾ നിങ്ങളുടെ ജനവാസ മേഖലയെ ആക്രമണം നടത്തിയില്ല. ഞങ്ങൾ നടത്തിയത് നിങ്ങൾ ഭീകരാക്രമണം നടത്തിയ അല്ലെങ്കിൽ ഭീകരർ ഒളിച്ചിരിക്കുന്ന 9 താവളങ്ങളിലാണ്, ഭീകരരുടെ കേന്ദ്രങ്ങളിലാണ്, ആയുധം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യ ശക്തമായ റാഫേൽ മിസൈലുകൾ തൊടുത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ ആക്രമണം നടത്തിയത്. 23 കിലോമീറ്റർ ഉയരത്തിലും 35 കിലോമീറ്റർ നീളത്തിലും പോകാൻ ശക്തിയുള്ള പ്രഹരശേഷിയുള്ള മിസൈലുകളാണ് ഇത്തരത്തിൽ അവരുടെ ചൈനീസ് നിർമ്മിത മിസൈലിനെ തകർത്തുകൊണ്ട് ഈ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത്. 9 ഭീകര കേന്ദ്രങ്ങളിൽ കണക്കുകൾ പ്രകാരം 200 ഭീകരർ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 600ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ അതൊന്നും സ്ഥിരീകരിക്കില്ല. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ത്യ ശക്തമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്ന് ഒരു മോക്ക് ഡ്രിൽ അടക്കം നടത്തിക്കൊണ്ട് ഒരു പരിശീലനം നടത്തുമെന്ന് പാകിസ്ഥാനോട് അല്ലെങ്കിൽ പാകിസ്ഥാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തലേ ദിവസം ഇത്തരത്തിലൊരു ആക്രമണം നടക്കുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. അതായത് ഇന്നലെ രാത്രി മുതൽ ഈ അന്താരാഷ്ട്ര വിമാനങ്ങൾ എല്ലാം തന്നെ, വിമാന സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചപ്പോൾ തന്നെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇന്ത്യക്ക് പറ്റിയത് എന്നത്. പക്ഷേ ഉടൻ തന്നെ 1:40 തന്നെ ഇത്തരത്തിലുള്ള ശക്തമായ ആക്രമണം തീ തുപ്പിക്കൊണ്ട് നടത്തിയത്. അപ്പോഴേക്കും പാകിസ്ഥാൻ്റെ ആവനാഴിയിലെ എല്ലാ അമ്പുകളും നശിച്ച് നാമാവശേഷമായി എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒളിച്ചിരുന്ന ഭീകരർ എത്രയുണ്ടെന്ന് കൃത്യമായ കണക്കുകളില്ല. ഇന്ത്യ കണക്ക് കൂട്ടുന്നതനുസരിച്ച് അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 600ഓളം ഭീകരർ വെണ്ണീരായി എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, ഡോവൽ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ കരസേന, നാവികസേന, വ്യോമസേന മേധാവികളുമായുമൊക്കെ ചർച്ചകൾ നടത്തി കൃത്യമായ ആസൂത്രണത്തോടുകൂടി, കൃത്യമായ പ്ലാനോടുകൂടി, ജനവാസ മേഖലയിലല്ല, സൈനിക കേന്ദ്രത്തിലല്ല, കൃത്യമായ അവരുടെ ഭീകര കേന്ദ്രങ്ങളിൽ പോയി തകർത്ത് തരിപ്പണമാക്കി ഇന്ത്യ പാകിസ്ഥാന് മേൽ ശക്തമായ താക്കീതും സന്ദേശവും നൽകിയിരിക്കുകയാണ്.